അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ കുട്ടികൾക്ക് സ്കൂൾക്ക് ലഞ്ചൊക്കെ ഒന്ന് കൊടുത്തു വിടാന്ന് വിചാരിച്ചേ. സാധാരണ ഞാൻ അങ്ങനെ കൊടുക്കലൊന്നും ഇല്ല കേട്ടോ. അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, അപ്പോൾ അവിടുന്ന് വാങ്ങലാണ്. ഇന്നിപ്പോ എന്തോ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തോന്നല്. ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓൾക്കും തന്നെ ഒരു സന്തോഷമാണ്, എനിക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും പിന്നെ കുറച്ച് വക സാധനങ്ങളൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. എന്നും നമ്മളെ വീഡിയോയില് എഗ് ബോയിലർ കാണിച്ച് കാണിച്ച് നിങ്ങൾക്കൊക്കെ മടുത്തിട്ടുണ്ടാവൂലേ. ഇന്നിപ്പോ ഞാൻ ആളെ മാറ്റി പിടിച്ചിരിക്കണ കേട്ടോ. ഇതാണ് അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമർ. പേര് കേട്ടിട്ട് ഒരു വലിയ പഹയനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട. സംഗതി ആളൊരു ഭാവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ആ ഒരു ഗ്രീൻ കളറാണ് തോന്നുന്നുണ്ട് ഇന്നെ വല്ലാണ്ട് അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന സാധനം. അപ്പൊ ആ രണ്ട് സാധനങ്ങൾ നമുക്ക് ഇന്ന് ആവശ്യമില്ല. ഇന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിക്കണേ. ഇന്നിപ്പോ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കണം. അപ്പൊ ആ ഒരു ട്രൈയും കൂടി ഞാൻ എടുത്തിക്കണം കേട്ടോ. ഇതിലൊരു സമയം 6 നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോ 3 മുട്ടയാണ് ഞാൻ എടുത്തിക്കണത്. അത് 3 മുട്ട വെച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇഞ്ഞതങ്ങനെ വട്ടം കറക്കാനുള്ള ധൈര്യം എനിക്കില്ല, കാരണം എന്റെ മുട്ട പൊട്ടിപ്പോകും. അതുകൊണ്ട് മുട്ട ഞാൻ നല്ല പോലെ കഴുകി അതിന്റെ പുറത്തൊന്നുമില്ലാതെ ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് വെജിറ്റബിളും കൂടി സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം, പക്ഷെ ഞാൻ ഈ പച്ചക്കറിയും കൂടി കൂട്ടത്തിൽ സ്റ്റീം ചെയ്തെടുക്കണ്ടേ. അപ്പൊ മൾട്ടി ഫങ്ഷണൽ ആണ്. ഇതേപോലെ നമുക്ക് ഒന്നും രണ്ടും സാധനങ്ങളൊക്കെ അറ്റ് ടൈമിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ ഈ അരിഞ്ഞച്ച ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ക്യാരറ്റും കൂടി ചേർത്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ നെയ്ച്ചോറ് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണേ. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടേനിയത് ഈ പച്ചക്കറികളും ചോറിന്റെ കൂട്ടത്തിൽ ഇട്ടുകാണ്ട് സ്റ്റീം ചെയ്തെടുക്കാന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അത് വിചാരിച്ചിട്ട് ഞാൻ പച്ചക്കറി വേറെ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം, അതേപോലെ തന്നെ ചോറ് സെപ്പറേറ്റ് അങ്ങനെയും വേവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ ഞാനിത് ഇനിയിപ്പോ കുത്തി കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിന്റെ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു നീല ലൈറ്റ് തെളിയും. പിന്നെ നമുക്ക് 2 മോഡ് ഉണ്ട് കേട്ടോ, ഓഫ് ഓണ്. 2 സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് ഞാൻ അവിടെ ഓൺ ആക്കി വെച്ചിരിക്കണേ. അപ്പൊ 2 പരിപാടിയും കൂടി ഒരു ടൈമിൽ നടക്കും. വെജിറ്റബിൾ സ്റ്റീം ആവും ചെയ്യും, താഴത്തെ തട്ടിൽ എഗ്ഗ് ബോയിൽ ആവും ചെയ്യും. കുറേ സമയം ഒന്നും വേവിച്ചേണ്ടി വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ ഈ പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എഗ്ഗും ഒരുവിധമൊക്കെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആയിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ വല്ല കെറ്റിൽ ഓഫ് ആക്കിയിട്ട് ഇതിന്റെ അടപ്പടച്ച് അങ്ങനെ കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ ഉണ്ണിയൊന്നും ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ ആ ഒരു ചൂടിൽ കടന്നിട്ട് ബാക്കിയുള്ളതും കൂടി അവിടെ ആയിക്കോളും. അപ്പൊ അത് അവിടെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഈ വെജിറ്റബിൾ ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഞാൻ ചെയ്യണ എന്താ വെച്ചാല്, ബട്ടർ ഇടുക, ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ ഇത് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. ഇതേപോലെ നമുക്ക് ഇനി കോളിഫ്ലവറോ ബ്രോക്കോളിയോ ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ബ്രോക്കോളി ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ വെജിറ്റബിൾ സോട്ട് ചെയ്തപ്പോൾ അത് വലിയൊരു എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓലെ കരുതിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കണത്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പച്ചക്കറികൾ പിന്നെ ഒരുപാടൊന്നും ഇതാക്കാനില്ല കേട്ടോ. അതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഓൾറെഡി വന്നതാണല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഇത് കുറച്ചൊന്ന് ചൂടാറൊക്കെ ചെയ്തിട്ടുണ്ടേനി. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ചൂട് കൊടുക്കണ പിടിച്ചാലും കൈ കൊള്ളണ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. ഇനിയിപ്പോൾ മുട്ട ഞാൻ വെള്ളത്തിലിട്ടേക്കാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊന്ന് പൊഴിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഈ പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കുകയാണ്. സോപ്പിട്ട് അങ്ങനെ കാര്യമായിട്ട് തേച്ചൊരച്ച് കഴുകണമൊന്നുമില്ല, കാരണം നമ്മൾ അങ്ങനെ മസാലപ്പൊടികളും എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ ഈ കെറ്റിലിന്റെ ഉൾവശം നമ്മൾ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ കാട്ടിയിട്ട് കഴുകാതെ വെക്കുന്നതാണ് നല്ലത്, കാരണം ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളമായാൽ പിന്നെ അതിന്റെ കഥ തീർന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വെള്ളമാക്കിയിട്ട് ഒന്നിങ്ങനെ ചുവറ്റി കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ മുട്ട ഞാൻ വല്ലാണ്ട് മുളക് പൊടിയൊക്കെ ഇട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. കുട്ടികളെ വിചാരിച്ചായതുകൊണ്ട് ഞാൻ അതും ഒരിത്തിരി കുരുമുളക് ഇങ്ങനെ വെതറി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കി കേട്ടോ. ഞാൻ വെറുതെ ഒന്നിങ്ങനെ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് കാണിച്ചതാണ്. ഇങ്ങനെയല്ല നമ്മൾ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നെയ്ച്ചോറും ഞാൻ ഉണ്ടാക്കി വെച്ചിക്കണേ. അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നെയ്ച്ചോറും പിന്നെ ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഓൽക്ക് പാത്രത്തിലാക്കിയിട്ട് രണ്ടാക്കും കൊടുത്തു വിട്ടിട്ടുണ്ടേനി കേട്ടോ. ഓൽക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനി. വന്നപ്പോൾ പാത്രമൊക്കെ കാലിയാക്കിയിട്ടാണ് വന്നത്. നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞേനി. ഓലെ വിചാരിച്ചുണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ അധികം എരിവ് കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. അപ്പൊ ഞാൻ നല്ല വൃത്തിക്ക് കുക്ക് ചെയ്യണതിലേ കണ്ടുള്ളൂ. ബിഹൈൻഡ് ദ സീൻ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പൊ ദാ ആ വക പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ബാക്കി ഇത്രയും പാത്രങ്ങള് ഇവിടെ എന്നെ കാത്തു നിൽക്കണുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ എല്ലാരും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മള് കെറ്റിലുണ്ടല്ലോ, അത് അതിന്റെ ബാക്കി കുറച്ച് സാധനങ്ങളും ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ള ഉപയോഗങ്ങൾ കാര്യങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോടാണ്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ഒക്കെ നിൽക്കുന്നവർക്ക് എപ്പോഴും ഈ ഒരു ഹോസ്റ്റലത്തെ ഫുഡൊന്നും ചിലർക്കൊന്നും പറ്റൂല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് റൂമിൽ ഇങ്ങനെ കറണ്ടിന് കുത്തി വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു സമയത്തൊക്കെ ഉപയോഗിക്കാനും, പിന്നെ നമുക്ക് എവിടെയെങ്കിലും യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്ലഗിന് കുത്താനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചായ തിളപ്പിക്കാനോ അത്യാവശ്യം നൂഡിൽസ് പാസ്ത അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഇതേപോലെ തന്നെ എന്തെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അധികം കനമില്ലാത്ത സാധനങ്ങളാണല്ലോ. അങ്ങനെ എൻ്റെ കാര്യം വീരൊക്കെ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഇവിടെ പാത്രം കൈകൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ടേനു. പിന്നെ എന്നോട് ഇപ്പോഴും ചോദിക്കലുണ്ട് ഈ എക്സ്റ്റൻഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. അടിപൊളിയാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് 1 വർഷമാവാനായിട്ടോ. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാനിത് ഇവിടെ ഫിറ്റ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ കയ്യിൽ പോയി എക്സ്റ്റൻഷൻ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇത് ഞാനന്ന് 300 സംതിങ് രൂപക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വില കൂടിയൊക്കെ കുറഞ്ഞിക്കാന്ന് അറിയില്ല, എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നമ്മളെ ഈ ഒരു ലിക്വിഡും ഈ ഒരു പാത്രം കേൾക്കണ ചെണ്ടിയൊക്കെ വെക്കണ ഈ ഒരു സാധനമല്ലേ, അതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതും അടിപൊളിയാണ്. ഞാൻ കുറച്ചധികം കാലമായി ഇതിപ്പോ വെള്ളമായതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് തേച്ചരച്ച് കേൾക്കലുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ ഈ പാത്രം കേൾക്കുമ്പോഴൊക്കെ തെറിച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വൃത്തികേട് അയക്കാരം. അപ്പൊ ഇടയ്ക്ക് ഇതൊന്നും അതിന് അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. അത് ഇതാക്കുന്ന സമയത്ത് അതൊന്നും എടുക്കുക കഴുകുക. ഇതിങ്ങനെ ചുമരും ഒട്ടിച്ച് വെക്കാൻ ഒരു 2 സാധനം ഇതിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ ചുമരും ഒട്ടിച്ച് അയിമത് ഇങ്ങനെ കൊളുത്തിടലാണ്. പക്ഷേ ആ കൊളുത്തിടുന്ന സാധനം ഉണ്ടല്ലോ, അത് കനല്ലതൊക്കെ തൂക്കിയിട്ടാൽ ഇങ്ങനെ പോരും. അത് പിന്നെ ഓൺലൈനിൽ നമുക്ക് വേറെ വാങ്ങാൻ കിട്ടും. ഞാൻ പിന്നീട് അങ്ങനെ ഒരു 10 എണ്ണത്തിന് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം റേറ്റ് ഒന്നും ഇല്ല. അതായത് ഈ വെക്കണ വെള്ള സാധനമല്ല, ഒട്ടിക്കണ ഒരു സാധനം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സാധനം. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് പോരുകയാണെങ്കിൽ ഞാനതവിടെ നിലത്തങ്ങനെ വെക്കും, എന്നിട്ട് ഉപയോഗിച്ചു. നല്ല ഉഷാറാണ്. പൈപ്പ് നമുക്ക് ഇങ്ങനെ വട്ടം കറക്കി ഒടിച്ചു മടക്കി ഒടിച്ചു മടക്കൊന്നും വേണ്ട. ഇങ്ങനെ തിരിച്ചു മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ, റൊട്ടേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ 2 മോഡിൽ വെള്ളം വരും. നമുക്ക് ഇങ്ങനെ ഷവർ പോലെയും വരും. പിന്നെ ചെറുതായിട്ട് അങ്ങനെ നമുക്ക് കുപ്പിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാക്കിയാണൊക്കെ അങ്ങനെ കേൾക്കൂലേ, അങ്ങനത്തേന് അങ്ങനെയും പറ്റും. അങ്ങനെ പാത്രം കേൾക്കൽ കലാസൈ. അടുത്ത പരിപാടി ലഞ്ചിനുള്ളത് സെറ്റാക്കലാണ്. ഇന്നലെ ഞാൻ ബത്തള മീൻ വാങ്ങീന് കേട്ടോ. നെത്തോലി അങ്ങനെയൊക്കെ കാരണം പല നാട്ടിൽ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാ? നമ്മളിവിടെ ബത്തൾ മീൻ എന്നാണ് കേട്ടോ പറയാ. ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തേ പറയുള്ളൂ. അപ്പൊ ഈ മീന് എനിക്ക് വാങ്ങണതേ ഇഷ്ടമല്ല. കാരണം ഇത് നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയാണല്ലോ. അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങാൻ ചെല്ലുമ്പോൾ മീൻകാരൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിപ്പോരും. അല്ലെങ്കിൽ അതും ഇതും രണ്ടും പാടെ മിക്സ് ആക്കിയിട്ട് വാങ്ങും. ഇന്നലെ ചെന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ ആവശ്യമുള്ളത് ഇന്നലെ കുറച്ച് ഞാനത് നന്നാക്കി എടുത്ത് കഴിഞ്ഞിട്ടോ, ബാക്കിയുള്ളത് ഇന്ന് നന്നാക്കി എടുത്തു. ഇത് നമുക്ക് നന്നാക്കി എടുക്കാനും തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാനുമാണ് കഷ്ടപ്പാട്. അല്ലാതെ തിന്നണ കാര്യത്തിൽ യാതൊരുവിധ കഷ്ടപ്പാടില്ല. ഏത് കുട്ടികൾക്കും അത് കറുമുറു പറഞ്ഞിട്ട് മുള്ള മാറ്റേണ്ട പ്രശ്നമോ അങ്ങനത്തതൊന്നും ഇല്ലല്ലോ. പൊരിച്ചെടുത്താലും അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ ഞാനതൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഇന്നിപ്പോ എനിക്ക് കാര്യമായിട്ട് ഉച്ചക്കൊക്കെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം മക്കൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ കുറേശ്ശെ ബാക്കിയുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഞാൻ ഉച്ചക്ക് അഡ്ജസ്റ്റ് ആക്കും. പക്ഷെ എനിക്ക് ഇന്നിപ്പോ ഈ വീഡിയോ വൈകുന്നേരം തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് അപ്പൊ എനിക്ക് കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തു വെക്കണം. എന്നെങ്കിലേ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ടൈമൊക്കെ ഇങ്ങനെ ഈ എഡിറ്റിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. മസാലയൊക്കെ പുരട്ടി വെച്ചാലേ പിന്നെ എനിക്ക് ആ സമയത്ത് എടുത്തുകൊണ്ട് ഫ്രൈ ആക്കാൻ, ഈ മീനല്ലേ വലിയ പണിയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ആയും കിട്ടുമല്ലോ. പിന്നെ കറിയും അതേപോലെ തന്നെ വൈകുന്നേരത്തിന് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ചേമ്പുണ്ടായിനത് നന്നാക്കി എടുത്തുക്കണ്. അപ്പൊ അത് കറിയും കൂടി വെച്ചേക്കട്ടെ. ഇതൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി വെച്ചാല് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ കഴിക്കണ സമയത്ത് ഒന്നൊന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. ഞങ്ങളത് ചെറുതായിരുന്ന സമയത്തേ അന്നൊക്കെ ഈ ചെറിയ ചേമ്പ് എന്ന് പറയും, അത് കുഞ്ഞു കുഞ്ഞു ചേമ്പുകളേക്കാരം. അതൊരു കാടമുട്ടന്റെ ഒക്കെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ചേമ്പൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇമ്മയും ഇമ്മയൊക്കെ അങ്ങനത്തെ സാധനം അതൊക്കെ ഉണ്ടാക്കും. ഇപ്പോഴും അങ്ങനത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്ന് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് അത് നന്നാക്കാൻ എല്ലാവരും കൂടെ കൂടിയിരിക്കും. നന്നാക്കി എടുക്കൽ കുറച്ച് പണിയാണ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട്. അത് നന്നാക്കാനൊക്കെ കൂടി അതിന് ചൊറിയാനും മാന്തി മുഖം അങ്ങനെ നടക്കും. ചിലപ്പോൾ ഭയങ്കര ചൊറിച്ചിലൊക്കെ കേൾക്കാറ്. അങ്ങനെ കൈയൊക്കെ ചൊറിഞ്ഞ് തിരുമ്പിയൊക്കെ അങ്ങനെ നടക്കുമെങ്കിലും ഇത് മങ്കുടുക്കിയില്
അടുപ്പത്തിൻ്റെ ഒരു വെപ്പ്. അധികം സാധനങ്ങളൊന്നും ഇടൂല. കുറച്ച് കാന്താരിയോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിലപ്പോൾ അത് മാത്രം ഈ കറി കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് ആ ചെറുചേമ്പിന് ഒരു നല്ല പൊടികാരം അതന്നെ ഇങ്ങോട്ട് വെന്തൊരു കുറുകിയ ഒരു നല്ലൊരു പറയുമ്പോൾ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പരുവത്തിനാവും. എന്നിട്ട് പിന്നെ അത് കടുകിട്ടെടുക്കുക. അധികം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എടുക്കുക. പക്ഷെ ആ കറിക്കുള്ളൊരു ടേസ്റ്റോ പറയേണ്ടി വരില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നോ, കാടമുട്ടയാണ് പറഞ്ഞിട്ട് ആ ചേമ്പ് ഇങ്ങനെ തിന്നും. എന്ത് രസാന്ന് അറിയത് അതിന്. അന്നത്തെ ആ രസമൊന്നും ഇതിനൊന്നും കിട്ടില്ല. ഇതൊക്കെ പിന്നെ പീടിയിൽ നിന്ന് വാങ്ങുന്ന ചേമ്പാണല്ലോ, ഒരു പൊടി ഉണ്ടാവില്ല, ഗുണം നല്ല മണം ഉണ്ടാവില്ല, അങ്ങനെ. പിന്നെ ഇന്നും ഞാൻ ചേമ്പ് തേങ്ങ നിറക്കാതെ ഉണ്ട് വെക്കണത്. കാരണം ഇവിടെ നിന്ന് കറണ്ട് ഇല്ല. രാവിലെ ഒരു 8:30 ആയപ്പോൾ കറണ്ട് പോയതാണ് കേട്ടോ. ഇന്ന് ഇവിടെ കറണ്ട് കട്ടാണ്, പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. കട്ടെടുത്ത കറണ്ടിനെ വൈകുന്നേരം 5 മണിക്കേ തിരിച്ചു തരുള്ളൂ എന്നും പറഞ്ഞിരിക്കണേ. അപ്പൊ അതുകൊണ്ട് രാവിലെ കറണ്ടിന്റെ ഒരു സംഗതികളൊക്കെ ഞാൻ വേഗം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ നേരമായില്ലേ പിന്നെ പാത്രം ഇട്ട് വരണ്ടിന്. അപ്പൊ അത് ഞാൻ എന്തായാലും കേൾക്കാൻ അയക്കണം. അപ്പൊ അതുകൊണ്ട് കേകിയിട്ട് ഒന്ന് ഉണക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അധികം വല്ലാണ്ടൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് ഉണക്കിയെടുക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ സോപ്പിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നിട്ടില്ല. ഉപ്പും പാത്രമൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി വെച്ചു. പിന്നെ ഞാൻ ഗ്യാസിന് പുതിയൊരു ബർണർ സ്റ്റാൻഡ് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേനോ. അപ്പൊ അതിന്റെ വീഡിയോയിൽ 1-2 ആളുകൾ കമന്റ് ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടേനി. ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ കറക്റ്റ് അളവിന് കിട്ടുക എന്നൊക്കെ ഉള്ളത്. ആ കറക്റ്റ് അളവിന് കിട്ടുക എങ്ങനെയാ വെച്ചെങ്കിൽ, ഞാൻ ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബർണർ സ്റ്റാൻഡില്ലേ, അതിന്റെ നീളം വീതിയൊക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട് അതിന്റെ സെന്റിമീറ്റർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ഫ്ലിപ്പിൽ നിന്ന് തപ്പിയെടുക്കുക. അപ്പൊ അങ്ങനത്തെ കുഴപ്പമുണ്ടാവില്ല. വരുമ്പോഴത്തേന് കറക്റ്റ് ഫിറ്റ് ആയിട്ട് അവിടെ ഇരിക്കും. നമ്മൾ ജനൽമത്തെ ആ ഒരു ട്രേ ഞാൻ പറഞ്ഞില്ലേ അളന്ന് മുറിച്ച പോലെ വാങ്ങി, അതുപോലെ തന്നെ അളവ് നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് റിട്ടേൺ അടിച്ചേണ്ട അവസ്ഥയൊന്നും വരില്ല. അത് വിചാരിച്ച് റിട്ടേൺ അടിക്കേണ്ടി വരില്ല എന്നല്ല, പക്ഷെ ചിലതൊന്നും നമ്മൾ വിചാരിച്ചാത്ത ക്വാളിറ്റി ആകുമ്പോൾ ഞാൻ പലതും റിട്ടേൺ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിചാരിച്ച മാതിരി ആയില്ലെങ്കിൽ പിന്നെ അതൊരു ഇടങ്ങാറ് തന്നെയാണ്. അപ്പം പിന്നെ ഞാനത് റിട്ടേൺ അടിച്ചു. അപ്പം അങ്ങനെ അളവ് നോക്കിയിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ആ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറാണ്. എനിക്ക് ആ ഒരു പ്രൈസിന് അടിപൊളിയായിട്ട് തന്നെ തോന്നിട്ടോ. 200 സംതിങ് എത്രയോ ആണ് ഞാൻ വാങ്ങിയപ്പോണ്ടായിരുന്നത്. അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ തുടച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഓസ്പാസ് ആയിട്ട് തോന്നിയോ? എനിക്കും അത് തോന്നി. തുടച്ചോടെ തന്നെ വീണ്ടും തുറക്കണേ, എന്തിനാണ് അങ്ങനെ നേരം കഴിച്ചത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്കും ഹൈപ്പും ഒക്കെ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്താൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.